ഗുഡ് മോർണിംഗ്. ചാപ്റ്റർ 10 ഇന്ത്യൻ സമൂഹ ശാസ്ത്രജ്ഞർ, ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്. ഈ ഒരു അധ്യായത്തിൽ നമ്മൾ അനന്തകൃഷ്ണ അയ്യർ, എസ്.സി. റോയ്, ജി.എസ്. ഗുരെ, എ.ആർ. ദേശായി, ടി.പി. മുഖർജി, എം.എൻ. ശ്രീനിവാസൻ എന്നിങ്ങനെ 6 വ്യക്തികളുടെ സോഷ്യോളജിയിലുള്ള സംഭാവനകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇതിൽ ജി.എസ്. ഗുരെ, എ.ആർ. ദേശായി, ടി.പി. മുഖർജി, എം.എൻ. ശ്രീനിവാസൻ ഇവർ 4 പേരും സോഷ്യോളജിസ്റ്റുകൾ എന്ന പേരിൽ അറിയപ്പെട്ടവരാണ്. എന്നാൽ അനന്തകൃഷ്ണ അയ്യരും എസ്.സി. റോയിയും നരവംശ ശാസ്ത്രജ്ഞരെന്നാണ് പേര് കേട്ടിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ സോഷ്യോളജിയുടെ ഒരു ഹിസ്റ്ററിയിലേക്ക് പോകുന്നു. സോഷ്യോളജി എന്ന വിഷയം ഇന്ത്യയിൽ ഉണ്ടായ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ ഒരു ഇൻട്രൊഡക്ഷൻ. ഒരു ശാസ്ത്രം എന്ന നിലയിൽ സമൂഹ പഠനം ആരംഭിച്ചത് ബ്രിട്ടീഷ് കാലത്താണ്. നമുക്കറിയാം, സോഷ്യോളജി എന്നാൽ സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ഒരു ശാസ്ത്രം എന്ന നിലയിൽ ആദ്യകാലത്ത് സോഷ്യോളജിയെ ശാസ്ത്രമെന്ന ആണ് സോഷ്യോളജിയുടെ ഫാദറായ അഗസ്കോംറ്റ് ഒക്കെ വിളിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ദുർക്കൈമും അഗസ്കോംറ്റുമൊക്കെ അതിനെ ശാസ്ത്രമായി കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണ്. അപ്പോൾ ഒരു ശാസ്ത്രം എന്ന നിലയിൽ സമൂഹശാസ്ത്ര പഠനം ആരംഭിച്ചത് ബ്രിട്ടീഷ് കാലത്താണ്. ഇറ്റ് വാസ് ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് ബ്രിട്ടീഷേഴ്സ് ദാറ്റ് വി കൺസിഡേർഡ് ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി ആസ് എ സയൻസ്. And the British needed the information about Indian society to rule the country properly. രാജ്യം ശരിക്ക് ഭരിക്കണമെങ്കിൽ നമ്മുടെ സമൂഹത്തെക്കുറിച്ചുള്ള പഠനം ആവശ്യമാണെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാകും. അങ്ങനെ ആണ് ബ്രിട്ടീഷേഴ്സ് ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള പഠനത്തിന് പ്രോത്സാഹിപ്പിച്ചത്. ബ്രിട്ടീഷേഴ്സ് എൻകറേജ് ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി because they believed that for ruling India they need the knowledge of Indian society. ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നവരെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണെന്നറിയോ? ഇൻഡോളജിസ്റ്റുകൾ എന്നാണ് നമ്മൾ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നവരെ വിളിക്കുന്നത്. അപ്പം അത് ചെറിയ മാർക്കിനൊക്കെ ചോദിക്കാം. ഇൻഡോളജിസ്റ്റ് are the one who study about Indian society. Indologists gave great contributions to the study of Indian society. ഇനി 1919 ബോംബെ സർവകലാശാലയിലാണ് സോഷ്യോളജി പഠനം ഇന്ത്യയിൽ ആദ്യമായി ആരംഭിക്കുന്നത്. ഈ ഒരു തീയതി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1919 ബോംബെ സർവകലാശാലയിലാണ് സോഷ്യോളജി പഠനം ആരംഭിക്കുന്നത്. 1920 കൽക്കത്ത, ലക്നൗ സർവകലാശാലകളിലും സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും പഠന വിഷയമായി ആരംഭിക്കുന്നു. ഒപ്പം ഗവേഷണവും ആരംഭിക്കുന്നു. അപ്പോൾ 1919 ബോംബെ സർവകലാശാലയിൽ സോഷ്യോളജിയുടെ പഠനം ആരംഭിക്കുന്നു. സർവകലാശാലയിൽ സോഷ്യോളജി ഒരു വിഷയമായി പഠിക്കാൻ തുടങ്ങുന്നു. 1920 കൽക്കത്ത യൂണിവേഴ്സിറ്റിയിലും ലക്നൗ യൂണിവേഴ്സിറ്റിയിലും സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും പഠന വിഷയമായിട്ട് ആരംഭിക്കുന്നു. അപ്പോൾ ബോംബെ, പിന്നെ കൽക്കട്ട, ലക്നൗ സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും പഠിക്കുവാൻ ആരംഭിക്കുകയും ഒപ്പം അതിൻ്റെ ഗവേഷണ കാര്യങ്ങളും ഈ സർവകലാശാലകളിൽ ആരംഭിക്കുന്നു. The formal university teaching of sociology began in India in 1919 at University of Bombay, and in 1920s universities of Calcutta and Lucknow also started programs of teaching as well as research in sociology and anthropology. അതൊരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ്. ഇവിടെ ഇൻഡോളജിസ്റ്റിൻ്റെ കാര്യം ഈ 1919, 1920 ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി പാശ്ചാത്യ സമൂഹശാസ്ത്രം ഉയർന്നു വന്നത്, അതായത് വെസ്റ്റേൺ സോഷ്യോളജി ഉയർന്നു വന്നത്
ആധുനികത പഠിക്കുവാനാണ്, മോഡേണിറ്റി പഠിക്കുവാനാണ്. വെസ്റ്റേൺ സോഷ്യോളജി എമേർജ്ഡ് ആസ് എൻ അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് മോഡേണിറ്റി. പാശ്ചാത്യ സമൂഹശാസ്ത്രം ആധുനികത പഠിക്കുവാൻ ഉയർന്നു വന്നു. എന്നാൽ ഇന്ത്യയിൽ കോളനി അധിനിവേശവുമായി ബന്ധപ്പെട്ടുള്ള ആധുനികതയാണ് ഉയർന്നു വന്നത്. പാശ്ചാത്യ സമൂഹശാസ്ത്രം മോഡേണിറ്റി പഠിക്കുവാനായിട്ട് ഉയർന്നു വന്നു. അവർ പ്രാകൃത സമൂഹത്തിനെ പഠിക്കുവാനായിട്ട് ആന്ത്രപ്പോളജി അഥവാ നരവംശശാസ്ത്രം ഉപയോഗിച്ചു. പ്രിമിറ്റീവ് കൾച്ചറിനെ കുറിച്ച് പഠിക്കുവാൻ അവർ ആന്ത്രപ്പോളജി ഉപയോഗിക്കുന്നു. എന്നാൽ ഇന്ത്യയിലെ കാര്യം കുറച്ച് വ്യത്യസ്തമാണ്. ഇന്ത്യയിൽ ഒരുപാട് കോളനി ഭരണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ കോളനി അധിനിവേശവുമായി ബന്ധപ്പെട്ടുള്ള ആധുനികതയാണ് ഇന്ത്യയിൽ ഉയർന്നു വന്നത്. പാശ്ചാത്യർ പ്രാകൃത സമൂഹങ്ങളെ പഠിക്കുവാൻ സാമൂഹിക നരവംശശാസ്ത്രം ഉപയോഗിച്ചു. എന്നാൽ ഇന്ത്യയിൽ പുരാതനവും നൂതനവുമായ ഉന്നതവുമായ സംസ്കാരങ്ങളും പ്രാകൃത സംസ്കാരങ്ങളും ഉണ്ട്. ഇന്ത്യയിൽ 2 തരം സംസ്കാരങ്ങളും ഉള്ളതുകൊണ്ട് ഇന്ത്യയുടെ അവസ്ഥ കുറച്ച് വ്യത്യസ്തമാണ്. അപ്പൊ ഇന്ത്യയിൽ അതുകൊണ്ടാണ് സമൂഹശാസ്ത്രം ഉയർന്നു വന്നത്. കാരണം സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായത് കോളനി അധിനിവേശവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പഠിക്കുവാനായിട്ടാണ് ഇന്ത്യയിൽ സോഷ്യോളജി ഉയർന്നു വരുന്നത്. ജനാധിപത്യ ഇന്ത്യയും വികസന ആസൂത്രണവുമുള്ള ഇന്ത്യയിൽ സോഷ്യോളജി എന്തു ചെയ്യും എന്നുള്ളതും, സോഷ്യോളജിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതും സോഷ്യോളജിസ്റ്റുകൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുവാനാണ്. വെസ്റ്റേൺ സോഷ്യോളജി എമേർജ്ഡ് ആസ് എൻ അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് മോഡേണിറ്റി, whereas in India underwent major changes during colonization, and because of that modernity approached India, and India at the same time, after this independence, started many planning activities, developmental activities, and for understanding, for studying those developmental activities and for studying Indian society, we need a subject sociology. Okay, ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യകാല നരവംശ ശാസ്ത്രജ്ഞരിൽ പ്രമുഖരായിരുന്നു LK അനന്തകൃഷ്ണ അയ്യരും ശരത്ചന്ദ്ര റോയും. നമുക്ക് ഇന്ത്യയിൽ പ്രമുഖരായിട്ടുള്ള 2 നരവംശ ശാസ്ത്രജ്ഞരുണ്ടായിരുന്നു, LK അനന്തകൃഷ്ണ അയ്യരും ശരത്ചന്ദ്ര റോയും. ഇവരെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഈ 2 പേർക്കും അടിസ്ഥാനപരമായിട്ട് ഈ വിഷയങ്ങളിൽ ബിരുദമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവർ നരവംശ ശാസ്ത്രജ്ഞരായിരുന്നു. LK അനന്തകൃഷ്ണ അയ്യരും SC റോയും. അവരെന്ത് പഠിച്ചു, എങ്ങനെ ഈ ഒരു രംഗത്തേക്ക് വന്നു എന്നതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യകാലത്ത് നരവംശ ശാസ്ത്രജ്ഞരാണ് ഇവർ. യാദൃശ്ചികമായി നരവംശ ശാസ്ത്രജ്ഞരായവരാണ്. ഇവർക്ക് അടിസ്ഥാനപരമായിട്ട് ഈ നരവംശ ശാസ്ത്രത്തിൽ ബിരുദമൊന്നും ഇല്ല. അപ്പോൾ LK അനന്തകൃഷ്ണ അയ്യർ ജീവിതകാലം 1861 മുതൽ 1937 വരെ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ അവർ മരിച്ചു. ബ്രിട്ടീഷ് കാലത്ത് തന്നെ ഈ അനന്തകൃഷ്ണ അയ്യർ മരണപ്പെടുന്നു. ഇദ്ദേഹം ഒരു നരവംശ ശാസ്ത്രത്തിൽ യോഗ്യതയില്ലാത്ത വ്യക്തിയായിരുന്നു. അദ്ദേഹം തൊഴിൽ ആരംഭിച്ചത് ഗുമസ്തനായിട്ടാണ്. പിന്നെ ശേഷം അദ്ദേഹം കൊച്ചി രാജ്യത്ത് അധ്യാപകനാവുകയാണ് ചെയ്തത്. ഹി വർക്ക്ഡ് ആസ് എ സ്കൂൾ ടീച്ചർ ആൻഡ് ലേറ്റർ എ കോളേജ് ടീച്ചർ. പിന്നെ കോളേജിൽ അധ്യാപകനായി. ഈ സമയത്ത് 1902 കൊച്ചിയുടെ ദിവാൻ അദ്ദേഹത്തിന് ഒരു പഠനത്തിനായിട്ട് ക്ഷണിക്കുന്നു. വംശീയ ശാസ്ത്രപരമായ സർവേ നടത്താൻ, ഗോത്രവിഭാഗക്കാരുടെ വംശീയ ശാസ്ത്രപരമായ സർവേ നടത്തുവാനായിട്ട് കൊച്ചി ദിവാൻ അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്നു. ഏത് വർഷം? 1902. എത്നോഗ്രഫിക് സർവേ എന്ന് പറയും, വംശീയ ശാസ്ത്രപരമായ സർവേ. So the Diwan of Kochi invited him or asked him to conduct a study, an ethnographic study, and he did that survey successfully, and the Diwan of Kochi was impressed, and because of that he got
many other similar studies, opportunity to conduct similar studies. ഈ സർവേയിൽ സന്തുഷ്ടരായിട്ട് മൈസൂർ രാജാവ് അദ്ദേഹത്തിന് സമാന പഠനത്തിനായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു. വംശീയശാസ്ത്രപരമായ പഠനം നടത്തുവാനായിട്ട് അദ്ദേഹത്തിന് മൈസൂർ സ്റ്റേറ്റിലേക്ക് ക്ഷണിക്കും. Okay, so his work was appreciated by the British anthropologist of that time, at the same time the administration too, and he was invited to help with a similar ethnographic survey in Mysore state. മൈസൂർ സ്റ്റേറ്റിൽ സമാന പഠനത്തിനായിട്ട് അദ്ദേഹത്തിന് ക്ഷണം ലഭിക്കുന്നു. സ്വയം പഠിച്ച് പണ്ഡിതനായി നരവംശശാസ്ത്രത്തിൽ ദേശീയ അന്തർദേശീയ അംഗീകാരം ലഭിച്ച ഒരു വ്യക്തിയാണ് LK അനന്തകൃഷ്ണ അയ്യർ എന്ന് പറയുന്നത്. So we can say Anandakrishna Iyer was the first self-taught anthropologist in India, and he got national as well as international recognition for his work. ഇദ്ദേഹം ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തുന്നു. മദ്രാസിൽ പ്രഭാഷണം നടത്തുന്നു, കൽക്കത്തയിൽ നടത്തുന്നു. കൽക്കത്ത സർവകലാശാലയിലെ റീഡറായിട്ട് 1917 to 1932 കാലയളവിൽ അദ്ദേഹം ജോലി ചെയ്യുന്നു. കൽക്കത്തയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കത്തയിൽ റീഡറായിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്നു. റീഡർ എന്ന് പറഞ്ഞാൽ പ്രൊഫസർമാർ സീനിയർ ആകുമ്പോഴാണ് റീഡർമാരാകുന്നത്. ഇവിടെ അയ്യരുടെ കാലത്തിലാണ് ഈ കൽക്കത്ത സർവകലാശാലയിൽ നരവംശശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ ആരംഭിക്കുന്നു. ബിരുദാനന്തര ബിരുദം എന്ന് പറഞ്ഞാൽ ബിരുദം പോസ്റ്റ് ഗ്രാജുവേഷനാണ്. ഗ്രാജുവേഷൻ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്നതിനെയാണ് ബിരുദാനന്തര ബിരുദം എന്ന് പറയുന്നത്. PG എന്ന് പറയും. ബിരുദം പഠിച്ചിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ബിരുദാനന്തര ബിരുദം. ഇപ്പൊ കൽക്കത്ത സർവകലാശാലയിൽ റീഡറായിട്ട് ജോലി ചെയ്യുകയും ഈ സർവകലാശാലയിൽ നരവംശശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം ആരംഭിച്ചതും അയ്യരുടെ ശ്രമം ഫലമായിട്ട് ആണ്. The first postgraduate anthropology department in India was set up in this university, in this Calcutta University, under the guidance or because of the efforts of Anandakrishna Iyer. And he worked at University of Calcutta from 1917 to 32. Then ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ എത്തനോളജിയുടെ പ്രസിഡന്റായി മാറുന്നു അദ്ദേഹം. എത്തനോഗ്രാഫിക് സർവേ ആണ് അദ്ദേഹം നടത്തുന്നത്. ഹി കണ്ടക്ടഡ് എത്തനോഗ്രാഫിക് സർവേ ഇൻ എറണാകുളം ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹി കണ്ടക്ടഡ് സിമിലർ സ്റ്റഡീസ് ഇൻ മൈസൂർ ആൾസോ. സോ ഹി ബിക്കെയിം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് എത്തനോളജി ഏരിയ. എത്തനോളജി സെക്ഷന്റെ പ്രസിഡന്റായിട്ട് അദ്ദേഹം ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൽ ഇരിക്കുന്നു. ജർമ്മൻ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് ഹോണററി ഡോക്ടറേറ്റ് നൽകുകയും കൊച്ചി രാജാവ് അദ്ദേഹത്തിന് റാവു ബഹാദൂർ, ദിവാൻ ബഹാദൂർ പട്ടങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്യുന്നു. ഹി വാസ് അവാർഡഡ് a honorary doctorate by German University during his lecture tour of European universities. He visited many European universities, and by that time German University awarded him honorary doctorate. And he was conferred the titles of Rao Bahadur and Diwan Bahadur by the Kochi Raja. കൊച്ചി സ്റ്റേറ്റ് അദ്ദേഹത്തിന് റാവു ബഹാദൂർ പട്ടവും ദിവാൻ ബഹാദൂർ പട്ടവും നൽകുന്നു. ഇത് പ്രധാനമാണ്. റാവു ബഹാദൂർ പട്ടം, ദിവാൻ ബഹാദൂർ പട്ടം കിട്ടിയത് ആർക്കാണ്? അനന്തകൃഷ്ണ അയ്യർക്കാണ്. അതുപോലെ അദ്ദേഹം നടത്തിയ പഠനം, വംശീയശാസ്ത്രപരമായ സർവേ 1902 നടത്തിയത് കൊച്ചിയിലാണ്. മൈസൂരിലും അദ്ദേഹം സമാനമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം ഇത്രയുമാണ് നരവംശശാസ്ത്രത്തിലുള്ള LK അനന്തകൃഷ്ണ അയ്യരുടെ സംഭാവനകൾ. ഇനി നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ യാദർശികമായി സമൂഹശാസ്ത്രജ്ഞനായ അല്ലെങ്കിൽ സാമൂഹിക നരവംശശാസ്ത്രജ്ഞനായ ഒരു വ്യക്തിയാണ് SC റോയ് എന്ന് പറയുന്നത്. 1871 മുതൽ 42 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പം ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. യാദർശികമായ നരവംശശാസ്ത്രജ്ഞനായ മറ്റൊരാളാണ് ശരത്ചന്ദ്ര റോയ് എന്ന് പറയുന്നത്. ശരത്ചന്ദ്ര റോയ് is another scholar who became an anthropologist accidentally. കൽക്കത്ത റിപ്പൺ കോളേജിൽ അദ്ദേഹം നിയമബിരുദം നേടുന്നു. He was a lawyer and one of the pioneers of Indian sociology. Before taking this degree from Ripon
college. Roy studied postgraduate degree in English. ഇംഗ്ലീഷിൽ അദ്ദേഹം ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടുന്നു. നിയമം പഠിക്കുന്നതിന് മുമ്പ്. നിയമം പഠിച്ചത് കൊൽക്കത്ത റിപ്പൺ കോളേജിലാണ്. ഇനി തുടർന്ന് അദ്ദേഹം മിഷണറി സ്കൂളുകളിൽ, കൽക്കത്തയിലെ മിഷണറി സ്കൂളുകളിൽ അദ്ദേഹം 1898 ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു, അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. റാഞ്ചിയിലാണത്. റാഞ്ചിയിലെ മിഷണറി സ്കൂളിൽ അദ്ദേഹം അധ്യാപകനാകുന്നു. തുടർന്ന് അവിടെ തന്നെ കോടതിയിൽ അദ്ദേഹം നിയമപരിശീലനം നടത്തുന്നു. ഈ കോടതിയിൽ വെച്ചാണ് ഇദ്ദേഹത്തിന് നരവംശാസ്ത്രത്തിലേക്ക് താല്പര്യമുണ്ടാകുന്നത്. ഈ കോടതിയിൽ നാഗ്പൂർ പ്രദേശത്തെ ആദിവാസികളെ കുറിച്ചൊക്കെ, ആദിവാസികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ കോടതിയിൽ അദ്ദേഹത്തിന് ഈ ആദിവാസികളുടെ ഭാഷ സാധാരണക്കാരുടെ ഭാഷയിൽ നിന്നും വ്യത്യസ്തമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആദിവാസികളുടെ ഭാഷ എന്താ പറയുക, ഇന്റർപ്രറ്റ് ചെയ്തിട്ട് കൊടുക്കേണ്ട, ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായി. അപ്പോൾ ആ ഒരു സമയത്താണ് അദ്ദേഹത്തിന് നാഗ്പൂരിലെ ഈ ഗോത്രവിഭാഗക്കാരുടെ സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനുള്ള താല്പര്യം ജനിക്കുന്നത്. He conducted many studies about society and culture among these tribal people of Nagpur. This Nagpur is now situated in Jharkhand state. And he became an authority in these tribal studies. And later he was appointed as official interpreter in the court. അപ്പോൾ കോടതിയിൽ ജോലിക്കായി അദ്ദേഹം പോകുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിന് ഗോത്രവിഭാഗക്കാരുടെ സംസ്കാരത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. ഈ അവസരത്തിന് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നിരവധി കാര്യങ്ങൾ ഗോത്രവിഭാഗക്കാരെ കുറിച്ച് പഠിക്കുന്നു. പഠിക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഗോത്രവിഭാഗക്കാരുടെ വ്യാഖ്യാതാവായിട്ട്, ഇന്റർപ്രറ്ററായിട്ട് കോടതിയിൽ നിയമിതനാകുകയും ചെയ്യുന്നു. അത് തുടർന്ന് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ കൂടുതൽ അറിവുകൾ നേടിക്കൊടുക്കുന്നതിന് സഹായിച്ചു. ഇനി ഗോത്ര സമുദായങ്ങളെ കുറിച്ചുള്ള അറിവ് അദ്ദേഹത്തിൽ തൊഴിലിന്റെ ഭാഗമായിട്ടുണ്ടാകുകയാണ് ചെയ്തത്. കാരണം കോടതിയിൽ കേസുകൾ വരുമ്പോൾ അവർക്ക് വ്യാഖ്യാതാവായിട്ട് നിൽക്കേണ്ടതായിട്ട് വന്നു. ഗോത്രക്കാരുടെ ഭാഷ വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ജനിച്ച താല്പര്യം ഗോത്ര സമുദായങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും നിരവധി ലേഖനങ്ങളും പ്രബന്ധങ്ങളും എഴുതുവാനും കാരണമായി. Roy became interested in the study of tribal society as a part of his profession, and he traveled extensively among these tribal communities. He conducted field works, he stayed with them, collected information, and he prepared valuable information and made it as a thesis. And he published many books in academic journals in India as well as in Britain. And he studied about tribal societies such as Oraon, Mundas, Khariyas, etc. ഒറവോൺ, മുണ്ടകൾ, ഖരിയകൾ എന്നീ ഗോത്ര സമുദായങ്ങളെ കുറിച്ച് നിരവധി പ്രബന്ധങ്ങൾ അദ്ദേഹം രചിക്കുകയുണ്ടായി. അദ്ദേഹം ഗോത്ര സമുദായങ്ങളുടെ ഇടയിലേക്ക് നിരന്തരം സഞ്ചരിച്ചിട്ട് കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ പുസ്തകങ്ങളിൽ എഴുതുന്നു. അങ്ങനെ അദ്ദേഹം ഒറവോൺ, മുണ്ടകൾ, ഖരിയകൾ എന്നീ ഗോത്ര സമുദായങ്ങളെ കുറിച്ച് നിരവധി പ്രബന്ധങ്ങൾ രചിക്കുന്നു. പ്രബന്ധം എന്ന് പറയുമ്പോൾ വലിയ പുസ്തകമാണ്. നമ്മൾ PhDക്ക് ഗവേഷണത്തിനൊക്കെ ആയിട്ട് പ്രബന്ധമാണ് സമർപ്പിക്കുന്നത്. അപ്പോൾ ഇവരെ കുറിച്ചുള്ള എഴുത്തുകളാണ് പ്രബന്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് എടുത്തു പറയേണ്ട ഒരു ജോലി എന്ന് പറയുന്നത്, അദ്ദേഹം ചെയ്ത ഒരു വർക്ക് എന്ന് പറയുന്നത് 1922 മാൻ ഇൻ ഇന്ത്യ എന്നൊരു ജേണൽ അദ്ദേഹം ആരംഭിക്കുന്നു. ജേണൽ എന്ന് പറഞ്ഞാൽ മാഗസിൻ പോലെയുള്ള ചെറിയ പുസ്തകമാണ്. ഇപ്പൊ ഇന്ത്യയിൽ ഇന്നും നിലവിൽ പബ്ലിഷ് ചെയ്യുന്ന, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ആദ്യത്തെ ഒരു ജേണലാണ് മാൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ജേണൽ ഓഫ് ഇറ്റ്സ് കൈൻഡ് ഇൻ ഇന്ത്യ ആൻഡ് ദ ജേണൽ ഈസ് സ്റ്റിൽ പബ്ലിഷിംഗ്. ഇപ്പോഴും പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജേണലാണ് SC റോയ് ആരംഭിച്ച മാൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജേണൽ. ആന്ത്രപ്പോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. സമൂഹത്തിനെ കുറിച്ചുള്ളതും ആന്ത്രപ്പോളജിക്കലായിട്ടുള്ള, നരവംശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ജേണലാണ് മാൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഒരു മാർക്കിന് വളരെ പ്രധാനമാണ്, വർഷവും പ്രധാനമാണ്.
ഇനി അപ്പം ശരത്ചന്ദ്ര റോയിയെ കുറിച്ചും അനന്തകൃഷ്ണ അയ്യരെ കുറിച്ചുമുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ അതിനെ കൺക്ലൂഡ് ചെയ്യുകയാണ്. സമൂഹശാസ്ത്ര വിജ്ഞാന ശാഖ നിലവിലില്ലാതിരുന്ന കാലത്ത്, ആ സമയത്ത് സോഷ്യോളജി അങ്ങനെ ഡെവലപ്പായിട്ട് വരുന്നതേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന യഥാർത്ഥ സമൂഹശാസ്ത്രത്തിന്റെ മുൻഗാമികളാണ് അനന്തകൃഷ്ണ അയ്യരും SC റോയിയും. ഇവർ ബ്രിട്ടീഷ് കാലത്ത് ജനിച്ചു, ബ്രിട്ടീഷ് കാലത്താണ് ജീവിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്തത്. മനസ്സിലായല്ലോ? അപ്പോൾ അനന്തകൃഷ്ണ അയ്യരെ കുറിച്ചും SC റോയിയെ കുറിച്ചും രണ്ടും കൂടെ ചേർത്തുകൊണ്ട് അവരുടെ സംഭാവനകൾ സോഷ്യോളജിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നരവംശ ശാസ്ത്രത്തിൽ അവരുടെ സംഭാവനകൾ 8 മാർക്കിന് ചോദിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു 4 പ്രമുഖരായിട്ടുള്ള ഇന്ത്യൻ സമൂഹശാസ്ത്രജ്ഞരെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. വി ആർ ഗോയിങ് ടു സ്റ്റഡി 4 ഫേമസ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്: GS Gure, DP Mukherjee, AR Desai and MN Srinivasan. ഇനി ഇവര് സ്വതന്ത്ര കൊളോണിയൽ കാലത്ത് ജനിച്ചുവെങ്കിലും സ്വതന്ത്ര ഇന്ത്യയിൽ പ്രവർത്തിച്ചവരാണ്. ഫ്രീ ഇന്ത്യയിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് നൽകിയവരാണ് ഇവർ. ഇവരിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള മോസ്റ്റ് വൈഡ്ലി അക്സെപ്റ്റഡ് ആൻഡ് ഫേമസ് സോഷ്യോളജിസ്റ്റാണ് GS Gure. 1983 അദ്ദേഹം മരണപ്പെടുന്നു. 1893 അദ്ദേഹം ജനിക്കുന്നു. ബ്രിട്ടീഷേഴ്സിന്റെ കാലത്ത് ജനിച്ചുവെങ്കിലും പ്രവർത്തിച്ചത് മുഴുവൻ സ്വതന്ത്ര ഇന്ത്യയിലായിരുന്നു. ഇന്ത്യയിലെ സ്ഥാപനവൽകൃത സമൂഹത്തിന്റെ സ്ഥാപകനാണ് GS Gure. ഇന്ത്യയിൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു അക്കാഡമിക് വിഷയം കൊണ്ടുവന്നത് ഈ GS Gureയാണ്. GS Gure is the founder of institutionalized sociology in India. ഇന്ത്യയിലെ സ്ഥാപനവൽകൃത സമൂഹത്തിന്റെ സ്ഥാപകനാണ് GS Gure. ബോംബെ സർവകലാശാലയിലെ ബിരുദാനന്തര പഠന വകുപ്പിന്റെ ആദ്യത്തെ മേധാവിയുമാണ്. ബോംബെ സർവകലാശാലയിലാണ് ആദ്യം സോഷ്യോളജി ആരംഭിക്കുന്നത്. അപ്പൊ അവിടുത്തെ മേധാവിയാണ്, ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയാണ് ആര്? GS Gure. അവിടെ അദ്ദേഹം 35 വർഷക്കാലം സേവനം അനുഷ്ഠിക്കുന്നു. ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റിയുടെയും സോഷ്യോളജിക്കൽ ബുള്ളറ്റിന്റെയും സ്ഥാപകൻ. സോഷ്യോളജിക്കൽ ബുള്ളറ്റിൻ ഒരു ജേർണലാണ്. ഇതൊരു വലിയ അസോസിയേഷനാണ്, ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി. സോഷ്യോളജിസ്റ്റുകളുടെ സമ്മേളനങ്ങളും അതുപോലെ പ്രബന്ധങ്ങളും ഒക്കെ അവതരിപ്പിക്കുന്ന സോഷ്യോളജിയിൽ അടിസ്ഥാന അറിവുകളുള്ള ആളുകളുടെ ഒരു വലിയ അസോസിയേഷനാണ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അവിടെ ഇന്ത്യയിലെ സോഷ്യോളജിയിലുള്ള പ്രമുഖരായിട്ടുള്ള പ്രൊഫസർമാരും വിദ്യാർത്ഥികളുമൊക്കെ അംഗങ്ങളായിരിക്കും. അപ്പോൾ ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് GS Gureയാണ്. സോഷ്യോളജിക്കൽ ബുള്ളറ്റിന്റെ സ്ഥാപകനും അതുപോലെ GS Gureയാണ്. മാൻ ഇൻ ഇന്ത്യ സ്ഥാപിച്ചത് SC റോയ്, അതും ഒരു ജേർണൽ തന്നെയാണ്. ഇനി GS Gure was the founder of Indian Sociological Society and Sociological Bulletin. Sociological Bulletin is a journal. He worked in Bombay University for 35 years. ബോംബെ സർവകലാശാലയിൽ GS Gure നടത്താൻ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ അദ്ദേഹം തുടങ്ങി വയ്ക്കുകയും അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ഏറ്റെടുത്തു നടത്തുകയും ചെയ്തിട്ടുണ്ട്. 2 പ്രധാനപ്പെട്ട ആശയങ്ങളാണത്. ഒന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ആശയങ്ങളാണ്. അത് ചെറിയ മാർക്കിനെ എളുപ്പം ചോദിക്കാം. ഒരു സ്ഥാപനത്തിൽ ഗവേഷണവും അധ്യാപനവും ഒന്നിപ്പിക്കണം എന്നുള്ളത്. The active combining of teaching and research within the same institution. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പഠനവും അതുപോലെ ഗവേഷണവും കൊണ്ടുവരണമെന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹം ബോംബെ സർവകലാശാലയിൽ നടപ്പിലാക്കുന്നു. അതുപോലെ സാമൂഹിക നരവംശാസ്ത്രവും സമൂഹശാസ്ത്രവും ഇന്ത്യയിൽ ലയിപ്പിക്കണം എന്നുള്ളത്. The merging of social anthropology and anthropology into a composite discipline. രണ്ടും കൂടെ ചേർക്കണമെന്നത് ഗുരയുടെ ആഗ്രഹമായിരുന്നു. അപ്പൊ അത് രണ്ടും ഗുരെ തുടങ്ങി വെക്കുകയും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ്, അദ്ദേഹത്തിന്റെ സക്സസേഴ്സ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തു. ഒരു സ്ഥാപനത്തിൽ തന്നെ ഗവേഷണവും അധ്യാപനവും ഒന്നിപ്പിക്കണമെന്നതും സാമൂഹിക നരവംശാസ്ത്രവും സമൂഹശാസ്ത്രവും ലയിപ്പിക്കണമെന്നുള്ളതുമായ GS Gureയുടെ ആഗ്രഹങ്ങൾ അദ്ദേഹം തുടങ്ങി വയ്ക്കുകയും അദ്ദേഹത്തിന്റെ പിൻഗാമികൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തു. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രധാനമാണ്.
സ്ഥാപനവൽകൃത സമൂഹശാസ്ത്രത്തിന്റെ സ്ഥാപകനാണ് GS കുര്യൻ. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സോഷ്യോളജിയുടെ ഫൗണ്ടറാണ് GS കുര്യൻ. ബോംബെ സർവകലാശാലയിലെ ബിരുദാനന്തര ബിരുദ പഠന വകുപ്പിന്റെ ആദ്യ മേധാവിയാണ് GS കുര്യൻ. 35 വർഷക്കാലം അദ്ദേഹം അവിടെ പഠിപ്പിക്കുന്നു. ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി സ്ഥാപിക്കുന്നു. സോഷ്യോളജിക്കൽ ബുള്ളറ്റിന്റെ അതൊരു ജേർണലാണ്, അതിന്റെ സ്ഥാപകനും GS കുര്യനാണ്. അതുപോലെ അദ്ദേഹം നടപ്പിലാക്കുവാൻ ആഗ്രഹിച്ച 2 കാര്യങ്ങൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിൻഗാമികൾ അതിനെ ഏറ്റെടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്ന്, ഒരു സ്ഥാപനത്തിൽ ഗവേഷണവും അധ്യാപനവും ഒന്നിപ്പിക്കണം എന്നുള്ളത്. 2, സാമൂഹിക നരവംശാസ്ത്രവും സമൂഹശാസ്ത്രവും ലയിപ്പിക്കണം എന്നുള്ളതും. The active combining of teaching and research within the same institution. Second one is the merger of social anthropology and sociology into a composite discipline. ഇനിയും GS കുര്യയുടെ റൈറ്റിംഗ്സ്, എഴുത്തുകൾ എന്തെല്ലാം? അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ: ജാതി, വംശം, ഗോത്രങ്ങൾ, ജാതിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, വംശത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ജാതിയും വംശവും. ഗോത്രങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ബന്ധുത്വം, കിൻഷിപ്പ്, കുടുംബം, വിവാഹം, കിൻഷിപ്പ്, ഫാമിലി, മാരേജ്, കാസ്റ്റ്, റേസ്, ട്രൈബ്, കിൻഷിപ്പ്, ഫാമിലി, മാരേജ്, കൾച്ചർ, സിവിലൈസേഷൻ ആൻഡ് ഹിസ്റ്റോറിക് റോൾ ഓഫ് സിറ്റീസ്, സംസ്കാരവും നാഗരികതയും നഗരങ്ങളുടെ ചരിത്രപരമായ പങ്കും, റിലിജിയൻ, സംഘർഷത്തിന്റെയും സമന്വയത്തിന്റെയും സമൂഹശാസ്ത്രം, സോഷ്യോളജി ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഇന്റഗ്രേഷൻ. ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട എഴുത്തുകൾ എന്ന് പറയുന്നത്. ജാതി, വംശം, ഗോത്രങ്ങൾ, ബന്ധുത്വം, കുടുംബം, വിവാഹം, സംസ്കാരം, നാഗരികത, നഗരങ്ങളുടെ ചരിത്രപരമായ പങ്ക്, മതം, സംഘർഷത്തിന്റെയും സമന്വയത്തിന്റെയും സമൂഹശാസ്ത്രം, ട്രൈബ്സ്, കിൻഷിപ്പ്, ഫാമിലി, മാരേജ്, കൾച്ചർ, സിവിലൈസേഷൻ, ഹിസ്റ്റോറിക് റോൾ ഓഫ് സിറ്റീസ്, റിലിജിയൻ, സോഷ്യോളജി ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഇന്റഗ്രേഷൻ. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകൾ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിനെ സ്വാധീനിച്ച ചില ആശയങ്ങളുണ്ട്. മറ്റുള്ളവരുടെ ചില ആശയങ്ങൾ അദ്ദേഹത്തിനെ സ്വാധീനിക്കുന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Gure was influenced by many intellectual ideas and which are they എന്നുള്ളതാണ്. ഗുരുയെ സ്വാധീനിച്ച ആശയങ്ങൾ ഏതെല്ലാം? പ്രസരണവാദം അഥവാ ഡിഫ്യൂഷനിസം, ഹിന്ദുമതത്തെക്കുറിച്ചും ചിന്തയെക്കുറിച്ചും ഓറിയന്റലിസ്റ്റുകൾ നൽകിയ അറിവ്, ഓറിയന്റലിസ്റ്റ് ഐഡിയാസ് അബൌട്ട് ഹിന്ദു റിലിജിയൻ ആൻഡ് തോട്ട്, ഓറിയന്റലിസ്റ്റ് ഐഡിയ അബൌട്ട് ഹിന്ദു റിലിജിയൻ ആൻഡ് തോട്ട്, ഹിന്ദു സത്വത്തിന്റെ സാംസ്കാരിക വശങ്ങൾ, ഹിന്ദു ഐഡന്റിറ്റിയുടെ കൾച്ചറൽ ആസ്പെക്ട്സ്, ദ കൾച്ചറൽ ആസ്പെക്ട്സ് ഓഫ് ഹിന്ദു ഐഡന്റിറ്റി, ഹിന്ദു സത്വത്തിന്റെ സാംസ്കാരിക വശങ്ങൾ. ഇത്രയുമാണ്. ഇത് ജസ്റ്റ് അങ്ങ് കാണാതെ പഠിക്കുക. ഗുരുയെ സ്വാധീനിച്ച ആശയങ്ങൾ: പ്രസരണവാദം അഥവാ ഡിഫ്യൂഷനിസം, ഹിന്ദുമതത്തെക്കുറിച്ചും ചിന്തയെക്കുറിച്ചും ഓറിയന്റലിസ്റ്റുകൾ നൽകിയ അറിവുകൾ, the ideas, intellectual ideas of Hindu religion given by Orientalist, nationalism and cultural aspects of Hindu identity, ഹിന്ദു സത്വത്തിന്റെ സാംസ്കാരിക വശങ്ങളും ദേശീയതയും. ഇത്രയുമാണ് അദ്ദേഹത്തിന് സ്വാധീനിച്ച പ്രധാനപ്പെട്ട ആശയം. അപ്പൊ ഈ ബോളിൽ കിടക്കുന്നത് സ്വാധീനിച്ച പ്രധാനപ്പെട്ട ആശയങ്ങളും, മുകളിൽ കിടക്കുന്നത് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളും. അദ്ദേഹത്തിന്റെ രചനകൾ ഈ മേഖലകളിലൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. ഇനി ഗോത്ര സംസ്കാരങ്ങളെയും തദ്ദേശീയ സംസ്കാരങ്ങളെയും പറ്റി ഗുരു നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗുരു കണ്ടക്ടഡ് സ്റ്റഡീസ് ഓൺ ട്രൈബൽ ഓർ അബോറിജിനൽ കൾച്ചേഴ്സ്, ട്രൈബൽ കൾച്ചർ, ആൻഡ് ഹിസ് റൈറ്റിംഗ്സ് ഓൺ ദിസ് സബ്ജക്ട് ആൻഡ് ഹിസ് ഡിബേറ്റ് വിത്ത് വെരിയർ എൽവിൻ made him famous outside sociology and academic world. He wrote many writings about tribal culture or aboriginal culture, തദ്ദേശീയ സംസ്കാരം. ഈ റൈറ്റിംഗ്സും അതുപോലെ വെരിയർ എൽവിനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡിബേറ്റുകൾ അഥവാ സംവാദവും അദ്ദേഹത്തിന് അക്കാഡമിക് ലോകത്ത് പ്രസിദ്ധനാക്കി. ഇതുപോലെയുള്ള സോഷ്യോളജിയിലുള്ള
പ്രമുഖരുടെ ഇടയിൽ അദ്ദേഹത്തിനെ പ്രസിദ്ധനാക്കുവാനായിട്ട് വെരിയർ എൽവിനുമായുള്ള അദ്ദേഹത്തിൻ്റെ സംവാദവും സഹായിച്ചു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ വെരിയർ എൽവിനും അദ്ദേഹവും GS ഗുരയും തമ്മിലുള്ള സംവാദം എന്ത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിനു മുമ്പ് ഇത് ബ്ലാക്ക് ബോക്സിൽ കിടക്കുന്ന ജീവചരിത്രമാണ് ഇത്രയും എന്ന് പറയുന്നത്. 1893 ജനിച്ചു, 83 മരിക്കുന്നു. കൊങ്കൺ തീരപ്രദേശത്ത് മാൽവനിലാണ് അദ്ദേഹം ജനിച്ചത്. മഹാരാഷ്ട്രയിലെ മാൽവനിലാണ് അദ്ദേഹം ജനിക്കുന്നത്. മഹാരാഷ്ട്രക്കാരനാണ്, അതുകൊണ്ടാണ് അദ്ദേഹം ഏത് സർവകലാശാലയിലായിരുന്നു? ബോംബെ സർവകലാശാലയിലായിരുന്നു അല്ലെ. 35 വർഷക്കാലത്തോളം അദ്ദേഹം ബോംബെ സർവകലാശാലയിൽ പണിയെടുക്കുന്നുണ്ട്. അതുപോലെ ബോംബെ സർവകലാശാലയുടെ ഫൗണ്ടർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലിസ്റ്റ് സോഷ്യോളജി എന്ന് പറയുന്നതും അദ്ദേഹമാണ്. ഫൗണ്ടർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സോഷ്യോളജി, അതുപോലെ ഇന്ത്യൻ ബോംബെ സർവകലാശാലയിലെ ആദ്യത്തെ വകുപ്പിന്റെ സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം. ഇനി അദ്ദേഹത്തിന് സംസ്കൃതത്തിൽ ബിരുദവും സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും ബിരുദാനന്തര ബിരുദവും അദ്ദേഹം പഠിക്കുന്നു. അദ്ദേഹത്തിന് സോഷ്യോളജിയിലായിരുന്നില്ല അടിസ്ഥാന വിദ്യാഭ്യാസം. സംസ്കൃതം പഠിക്കുന്നു, അതുപോലെ ഇംഗ്ലീഷിൽ സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും അദ്ദേഹത്തിന് ബിരുദാനന്തര ബിരുദവും ഉണ്ടായിരുന്നു. സമൂഹശാസ്ത്രത്തിൽ വിദേശ പഠനത്തിനായിട്ട് അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് കിട്ടുന്നു. അങ്ങനെയാണ് അദ്ദേഹം സമൂഹശാസ്ത്ര പഠനത്തിലേക്ക് പോകുന്നത്. ഹി ഗോട്ട് എ സ്കോളർഷിപ്പ് ടു സ്റ്റഡി സോഷ്യോളജി ഇൻ എ ഫോറിൻ യൂണിവേഴ്സിറ്റി. And because of that, he started to show interest in sociology. He received a scholarship from University of Bombay for training abroad in sociology. And he went to London School of Economics. London School of Economicsലാണ് അദ്ദേഹം സോഷ്യോളജി പഠിക്കുവാനായിട്ട് പോകുന്നത്. അവിടെ ചെന്നിട്ട് അദ്ദേഹം LT ഹോബ്ഹൗസ് എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള ഒരു സോഷ്യോളജിസ്റ്റ്, വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റാണ്, അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ ഹോബ്ഹൗസ് അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു. ഹോബ്ഹൗസ് അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു. ഒപ്പം തന്നെ ഒരു പ്രമുഖനായിട്ടുള്ള സമൂഹശാസ്ത്രജ്ഞനായ WHR റിവേഴ്സ് അദ്ദേഹത്തിന്റെ ഗുരുവാകുന്നു. അദ്ദേഹം WHR റിവേഴ്സിന്റെ ഒപ്പം കേംബ്രിഡ്ജിൽ എത്തുകയും അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹം ഗവേഷണം ആരംഭിക്കുകയും ചെയ്യുന്നു. പക്ഷെ റിവേഴ്സ് പെട്ടെന്ന് മരിക്കുകയും അദ്ദേഹത്തിന്റെ ഗവേഷണ ഗുരുവിനെ മാറ്റേണ്ടി വരികയും ചെയ്യുന്നു. തുടർന്ന് AC ഹഡന്റെ കീഴിൽ അദ്ദേഹം PhD പഠിക്കുകയും PhD പ്രബന്ധം സമർപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ, സോ he met LT Hobhouse, who is a prominent sociologist at London School of Economics. Then later he went to Cambridge University to study with WHR Rivers. WHR Rivers was his guide for his PhD. Then he died. Rivers died, and later under AC Hudden he submitted his PhD, and the name of his PhD thesis, Caste and Race in India. ഇന്ത്യയിലെ ജാതിയും വർഗവും എന്ന പേരിൽ അദ്ദേഹത്തിന്റെ PhD പ്രബന്ധം സമർപ്പിക്കുന്നു. 35 വർഷക്കാലം അദ്ദേഹം ബോംബെ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുകയും അവിടെ അദ്ദേഹം PhD വിദ്യാഭ്യാസം ആരംഭിക്കുന്നു. PhD എന്ന് പറയുന്ന കോഴ്സ് ആരംഭിക്കുന്നു. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ PhD പ്രബന്ധം. ഈ GS ഗുരു പഠിച്ചത് വിദേശത്തായിരുന്നല്ലോ. റിവേഴ്സിന്റെ കീഴിലും അതുപോലെ AC ഹഡന്റെ കീഴിലുമായിരുന്നു അദ്ദേഹം PhD പ്രബന്ധം സമർപ്പിച്ചത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ കീഴിൽ GS ഗുരുയുടെ കീഴിൽ ആദ്യമായിട്ട് PhD പ്രബന്ധം സമർപ്പിച്ചത് GR പ്രധാനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ PhD ആണ്. അദ്ദേഹം ഗുരുയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രബന്ധം സമർപ്പിക്കുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി അദ്ദേഹം 1951 സ്ഥാപിക്കുന്നത്. He started Indian Social Society. He became its founder president in 1951. Then launched Sociological Bulletin, which is a journal of Indian Sociological Society. Indian Sociological Societyയുടെ തന്നെ ജേർണലാണ് Sociological Bulletin. And that also he started in 1952. ആ 2 വർഷങ്ങളും പ്രധാനമാണ്. പിന്നെ നിരവധി പുസ്തകങ്ങൾ എഴുതി 90-ാം വയസ്സിൽ അദ്ദേഹം മരിക്കുന്നു. ഇത്രയുമാണ് GS ഗുരുയുടെ ജീവചരിത്രം. അപ്പോൾ ഇവിടെ മുതൽ അദ്ദേഹത്തിന്റെ ലൈഫ് ഹിസ്റ്ററിയാണ്. അപ്പോൾ അതും ഇതിനകത്ത് ശരിക്കും ചെറിയ ചോദ്യങ്ങൾ ചോദിക്കും. അദ്ദേഹം PhD ചെയ്യാൻ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പോയി. ജനനം മാൽവൻ, മഹാരാഷ്ട്രയിലാണ്. LT ഹോബ്ഹൗസ് അദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്നു. WHR റിവേഴ്സ് അദ്ദേഹത്തിന്റെ ഗൈഡായിരുന്നു, PhDയുടെ ഗുരുവായിരുന്നു. പിന്നെ റിവേഴ്സ് മരിക്കുമ്പോൾ AC ഹഡൻ അദ്ദേഹത്തിന്റെ HADDEN
ON. ഹഡ്ഡൻ അദ്ദേഹത്തിൻ്റെ ഗുരുവാകുന്നു. അദ്ദേഹത്തിൻ്റെ PhD വിഷയം കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഇന്ത്യയിലെ ജാതിയും വംശവും, ജാതിയും വർഗം എന്നോ വംശം എന്നോ. 35 വർഷക്കാലം ബോംബെ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്നു. ബോംബെ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം PhD സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി 1951 സ്ഥാപിക്കുന്നു. ഇന്ത്യൻ സോഷ്യോളജിക്കൽ ബുള്ളറ്റിൻ എന്ന ജേർണലും ആരംഭിക്കുന്നു 1952. ഇത്രയാണ് GS ഗുരയെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ എൽവിനെ കുറിച്ച്, വെളിയർ എൽവിനും GS ഗുരയും തമ്മിലുള്ള ഡിബേറ്റ്, ഗോത്രങ്ങളെ കുറിച്ച് എന്ത് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. താങ്ക് യു.